ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കണ്ട പോലെ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാം, അതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും സംഭവങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അറിയായിരിക്കും, ഇപ്പോൾ മിക്ക ആൾക്കാരും എ സി ഉപയോഗിക്കുന്നതായിരിക്കും. അതും ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ പറയുമ്പോൾ 41 ഡിഗ്രി ഒക്കെയാണ് കാലത്തും ഉച്ചയ്ക്കും രാത്രിയും ഈവനിങ് അടക്കം. അപ്പോൾ നമുക്ക് ഇപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ മെജോറിറ്റി ആൾക്കാരും നോർമലി ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ നോർമലി രാത്രി മാത്രമൊക്കെ ചിലപ്പോൾ, അതും ചൂടുകാലത്ത് മാത്രമൊക്കെ ഉപയോഗിക്കാറുള്ളൂ എ സി. ഒരു നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ എ സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ രാത്രി 10 മണിക്ക് ഇട്ടിട്ട് ചിലപ്പോൾ ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക് ടൈമർ ഓഫ് വെച്ചിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കാറുണ്ടാവുന്നത്. അപ്പം നമുക്ക് രാത്രി നോർമലി എൻ്റെ 1.5 ആണ് എൻ്റെ 3 സ്റ്റാർ എ സി ആണ്. അപ്പോൾ നോർമലി ഒരു 4 യൂണിറ്റ് ഒക്കെയാണ് വരാറ്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ഒരു കാലത്ത് 10 മണിക്ക് പോലും നമുക്ക് റൂമിലിരുന്ന് പണിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പം എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കാലത്ത് 10 മണി തൊട്ട് എ സി ഇടുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും എ സി ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്തത് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ എത്രയും നമുക്കറിയായിരിക്കും എ സി ഇടുമ്പോൾ നല്ല യൂണിറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫാൻ, നോർമൽ ഫാനൊക്കെ ആണെന്നുണ്ടല്ലോ, നമ്മൾ ഒരു ഷർട്ട് കഴിഞ്ഞാണ് 1 യൂണിറ്റ് എടുക്കുള്ളൂ. എ സി ആകുമ്പോൾ നമുക്ക് ഒരു കോമൺ സംഭവമാണ്. 1 യൂണിറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ഇട്ട 1 യൂണിറ്റ് എടുക്കും. അതാണ് ഡിഫറൻസ് വരിക. അപ്പൊ നമുക്ക് എത്രയും ചെലവ് കുറയ്ക്കാമോ അത്രയായിരിക്കും നല്ലതല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര അധികം യൂസേജ് ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പണ്ടത്തെ കാലത്ത് പോലെ അല്ല ഇപ്പോൾ, ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മുടെ അറബ് കൺട്രി പോലെ ഇപ്പോൾ കേരളം. ഇപ്പോൾ കേരളം മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഞാൻ റീസെന്റ് ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടായിരുന്നു, മുംബൈയിലും 38 ഡിഗ്രി ഒക്കെ. എല്ലായിടത്തും ഇപ്പോൾ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്കുകളാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ നമ്മുടെ പുതിയ ചാനലായി GH പോലെ കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത്, നിങ്ങൾ നോർമലി മിക്ക എ സികളുടെയും മുമ്പിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിലായിട്ട് ചിലപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ KCB അടക്കം റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ എ സിയിൽ 16 ഡിഗ്രി വരെ ലോ ടെമ്പറേച്ചർ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും എ സി ഉപയോഗിക്കുമ്പോൾ മാക്സിമം 24 ഡിഗ്രിയിൽ മുകളിലേക്ക് പോകാണ്ടിരുന്ന് നോക്കുക. അതായത് 24ലും 26ന്റെയും ഇടയിൽ എ സി ടെമ്പറേച്ചർ ഇട്ട് ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ആക്ച്വലി എനർജി ഭയങ്കരമായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് അറിയാം, എ സി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത് നമ്മുടെ ഹോട്ട് എയറിനെ വലിച്ചെടുത്തിട്ട് പുതിയ അതായത് കൂൾ എയറിനെ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക ചെയ്യാം. അപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ നമ്മുടെ റൂം ഇപ്പോൾ ഒരു 30 ഡിഗ്രിയാണ് ആ സമയത്ത് ഉണ്ടെന്ന് വെച്ചാൽ 30 ഡിഗ്രീനെ കുറച്ച് 24ലേക്ക് എത്തിയും. അപ്പോൾ ആ ടൈം ഉണ്ടല്ലോ, ആ ഫസ്റ്റ് എടുക്കുന്ന ടൈമാണ് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇൻവെർട്ടർ എ സി ഒക്കെ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുക. അപ്പോൾ അതിന്റെ ഫുൾ പെർഫോമൻസിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ഇപ്പോൾ 24ന് പകരം 16 ഇട്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോ ആ ഇത് കൂടിയില്ലേ, മറ്റത് 30ന്ന് 24ലേക്ക് എത്തിച്ചാൽ മതിയായിരുന്നു. ഇത് പക്ഷെ 14ന്ന് 16 എത്തിക്കണം, 30ന്ന് 16 എത്തിക്കണം. അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നു, അത്രയും ടൈം എടുക്കും, അത്രയും എനർജി എടുക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് എനർജി കൺസപ്ഷൻ കൂടും. അതും പോരാണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് 16 ഡിഗ്രി ഒക്കെ പൊട്ടയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അഡാപ്റ്റീവ് ആയിട്ട് ടെമ്പറേച്ചർ 24 26 ഡിഗ്രിയാണ്. ഞാനും 26 അല്ലെങ്കിൽ 24 ഇടാറ് കൂടെ കാണുന്നതായിരിക്കും. നമുക്ക് ധാരാളമാണ് 24 ധാരാളമാണ് ശരിക്കും, നല്ല തണുപ്പുള്ള ഒരു ടൈം തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഈ ടെമ്പറേച്ചറിൽ വെച്ചിടാൻ നോക്കട്ടെ. അതാണ് ഏറ്റവും ഫസ്റ്റ് പോയിന്റ്. ഇത് ആക്ച്വലി KCB ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ AC ബ്രാൻഡ്സുകളും ഇത് ചിലപ്പോൾ ചില ബ്രാൻഡ് വെർപൂളിന്റെ ഒക്കെ അതിന്റെ മുകളിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടായിരിക്കും. യൂസ് അറ്റ് 24 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു AC പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു രാത്രി അല്ലെങ്കിൽ ടോപ്പ് ഫ്ലോറിലൊക്കെയാണ് നിങ്ങളുടെ റൂം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മാത്രമല്ല ഏതാണെങ്കിലും AC ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങളൊരു ടേബിൾ ഫാനോ അല്ലെങ്കിൽ സീലിംഗ് ഫാനോ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും ഇനീഷ്യലി ആയിട്ട്. അതായത് നമ്മൾ ആദ്യം AC ഇടില്ലേ, നമ്മുടെ റൂം ചൂടെടുത്തിരിക്കുന്ന റൂം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇടുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മുടെ AC കൂടെ ഒരു സീലിംഗ് ഫാനോ ടേബിൾ ഫാനോ ഉപയോഗിക്കുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണോ ഗ്രൗണ്ട് ഫ്ലോറിലാണോ. ഫസ്റ്റ് ഫ്ലോറിൽ ഡയറക്റ്റ് വെയിലടിക്കുന്ന മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സീലിംഗ് ഫാൻ ഉപയോഗിക്കരുത്. അപ്പോൾ ചൂടുകാറ്റാണ് വരിക. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ടേബിൾ ഫാൻ ഉപയോഗിക്കുക. അല്ലാത്ത സമയത്ത് നമുക്ക് സീലിംഗ് ഫാൻ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം AC-യുടെ ഉള്ളിലും ഫാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ റൂമിലേക്ക് ഫുള്ള് നമ്മുടെ ഈ കൂൾ എയറിനെ എത്തിക്കണം. അപ്പോഴാണ് അതിൻ്റെ സെൻസ് ചെയ്തിട്ട് ആ ഇതിൽ ലെവലിൽ നിൽക്കുള്ളൂ. അപ്പം നമുക്ക് ഈ എയർ സർക്കുലേഷൻ കൂട്ടാൻ നമ്മുടെ ഫാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. അതൊരു മെയിൻ പോയിന്റാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എൻ്റെ ഇവിടെ കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ റൂം മുകളിലായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മുകളിൽ വെയിലാണ്. അപ്പോൾ ഉച്ചയ്ക്കൊന്നും ഈ സംഭവം നടക്കില്ല. നമ്മൾ അതിനുകൊണ്ട് ഒരു ചെറിയ ടേബിൾ ഫാൻ ഉപയോഗിക്കുന്നിട്ടാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്.
മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങളുടെ റൂം എയർ ടൈറ്റ് ആയിരിക്കണം, അതായത് സീൽഡ് ആയിരിക്കണം. എന്തെങ്കിലും തരത്തിൽ എയർ ലീക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി കൺസപ്ഷൻ കൂടാനും കറണ്ട് ബില്ല് കൂടാനൊക്കെ ഭയങ്കരമായിട്ട് ഈ സാധനം എഫക്ട് ചെയ്യും. അത് ചില്ലറ സംഭവമായിട്ട് കണക്കാക്കരുത്. നിങ്ങൾക്കായിരിക്കും നോർമലി നമ്മുടെ റൂമുകളൊന്നും എയർ ടൈറ്റ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരുടെ വീടുകളൊന്നും എയർ ടൈറ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ നിങ്ങൾക്കായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കാറുകളൊക്കെ ഇനി എയർ ടൈറ്റ് അല്ലേ. അതെന്ന് വെച്ചാൽ എല്ലാത്തിലും AC വരുന്ന മോഡൽസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് ആണ് കമ്പനി നിർമ്മിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ റൂം അതുകൊണ്ട് തന്നെ എയർ സീൽഡ് ആയിരിക്കണം നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം AC വെക്കുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ സീലിംഗ്, നമ്മുടെ എയർ ഹോൾ ആയിക്കോട്ടെ, എയർ ഹോളിലൊക്കെ അത്യാവശ്യം എന്തെങ്കിലും തെർമോക്കോളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് സീൽ ചെയ്യുക, നല്ലോണം സീൽ ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഒരു ചാൻസ് വരുന്നതാണ് നമ്മുടെ ഡോറിന്റെ അടിയിൽ. ഈ ഡോറിന്റെ അടിയിൽ കുറെ സുഖമായിട്ട് നമ്മുടെ കൂൾ ടെമ്പറേച്ചർ പൂട്ടാം. അപ്പൊ അതനുസരിച്ച് അതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ തണുപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ടെമ്പറേച്ചർ പിന്നെയും കയറും. അപ്പോൾ AC ആദ്യം മണി കൂടും. അപ്പോൾ ആ ടെമ്പറേച്ചർ ഇങ്ങനെ അഡ്യൂക്കേറ്റ് ആണ് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എയർ സീൽഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊക്കെ നമ്മുടെ ഇപ്പം എൻ്റെ ഒരു സൈഡിലത്തെ റൂം, എൻ്റെ വാതിൽ നോർമൽ വാതിലാണ്, അത് എയർ ടൈറ്റ് അല്ല. എൻ്റെ ബാക്കി മെയിൻ്റെ ഒക്കെ എയർ സീൽഡാണ്. പക്ഷെ ഒരെണ്ണം നമ്മുടെ ഫ്ലോറിലേക്ക് പോകുന്ന ഒരു റൂമിൻ്റെ അത് എയർ സീൽഡ് അല്ല. അപ്പോൾ അതിൻ്റെ താഴെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ആമസോണിലൊക്കെ അതിൻ്റെ ഒരു റബ്ബർ ട്യൂബ് പോലത്തെ ഒരു സാധനം അവൈലബിൾ ആണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡോറിൻ്റെ അടിയിൽ വെക്കാനുള്ള ഒരു എയർ സീൽ. ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു പണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ചാനൽ കയറിയിട്ട് തപ്പിയേ കിട്ടും. ഒരു നോർമൽ എനിക്ക് തോന്നുന്നു 500 രൂപയോ സംതിങ് റേഞ്ച് ഉള്ളൂ. അത് നമുക്ക് വാങ്ങിച്ചിട്ട് സുഖമായിട്ട് ഈ സാധനത്തിന് ഡോറിൻ്റെ അടിയിലേക്ക് വെച്ചോളാം. അപ്പോൾ ശരിക്കും കറക്റ്റ് ആയിട്ടാവും. ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് നല്ല എഫക്റ്റ് കിട്ടണം. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ അതുപോലെ തന്നെ ജല്ലകൾ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഞാൻ കുറേ വീട്ടിൽ കണ്ടിട്ടുണ്ട്, അവർ മര്യാദയ്ക്ക് ജനലും നടക്കില്ല, അതുപോലെ തന്നെ ഡോറും അടക്കില്ല. എന്നിട്ട് കറണ്ട് ബില്ല് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് സംഭവിക്കും. AC-യുടെ കുഴപ്പമെന്നൊക്കെ പറയും. പക്ഷേ AC-യുടെ കുഴപ്പമൊന്നല്ല കേട്ടത്. അപ്പോൾ എയർ സീൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കറണ്ട് ഡിഫറൻസ് വരും, ഭയങ്കരമായിട്ട് കറണ്ട് ബില്ല് കൂടും, കറണ്ട് കൺസപ്ഷൻ കൂടും, യൂണിറ്റ് യൂസേജ് കൂടും. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് കുറേ പേര് ശ്രദ്ധിക്കുന്നില്ല. ഈ ബാക്കി 2 പോയിന്റായിട്ടും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ എയർ സീലിംഗ്. ഇത് നമ്മുടെ ഈ എയർ ലീക്കേജ് വരുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ കറണ്ട് ബില്ലിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ വേറെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഈ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് റൂമിനെ എത്തിക്കാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് അപ്പോൾ എത്ര ലീക്കേജ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എത്ര പവർ കൂൾ ഇട്ടാൽ പോലും നമുക്ക് ചിലപ്പോൾ ആ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ തണുപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൂമിലേക്ക് ആ ടെമ്പറേച്ചറിൽ എത്താൻ പറ്റില്ല. അതും വേറെ ഇഷ്യൂ ആണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഈ AC ഫുൾ പെർഫോമൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര കറണ്ട് ബില്ല് കൂടും. അപ്പോൾ ഈ മെയിൻ പോയിന്റ്സ് മറക്കരുത്. ഇത് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കറണ്ട് ബില്ല് വന്നിട്ട് ബോധം പോകരുത്. അതുകൊണ്ടാണ് പറയുന്നിട്ടാ. പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇപ്പോൾ AC ഉപയോഗിച്ചിരിക്കേണ്ടതാ. ഇപ്പോൾ രാത്രി പിന്നെ പറയണ്ട, AC-ൽ രക്ഷയില്ല, കാലത്തടക്കം. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്നും നോക്കാൻ മറക്കണ്ട. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എനർജി കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റൂട്ടെ ഈ സാധനം നിങ്ങൾ ഈ പോയിന്റ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മെയിൻ ചാനൽ കാണുന്നവർ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടാം. നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യുക, മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം. ബൈ.